മുതിർന്ന പൗരന്മാർക്കൊപ്പമുള്ള വിനോദയാത്ര ഇന്ന് രണ്ടാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. മുതിർന്ന പൗരന്മാരൊക്കെ ഇന്ന് നല്ല ടിപ്പ് ടോപ്പിലാണ് ഇറങ്ങിയിട്ടുള്ളത്. ഹുസൈൻ കുട്ടിക്കാനൊക്കെ കണ്ടില്ലേ, ഇതാ പാൻറ്റും ഷർട്ടൊക്കെ ഇട്ട് നല്ല ടിപ്പ് ടോപ്പിലാണ്. ഇതാ ഇപ്പുറത്തേക്ക് നോക്കിയാൽ ഇവിടെ നല്ല അടിപൊളിയായിട്ട് തന്നെയാണ്. ഞങ്ങൾ ഇപ്പോൾ സനുവിൻ്റെ കാറിൽ കയറി യാത്ര പുറപ്പെടുകയാണ്. എന്താ പറയാനുള്ളത് രണ്ടാമത്തെ ദിവസം നമ്മളെ യാത്രകൾ തുടരുമ്പോൾ? ഒന്നാമത്തെ ദിവസം ഞങ്ങൾ കൂടുതൽ അടിച്ചുപൊളിയാക്കുന്ന ഒരു പരിപാടിയായിട്ട് നമ്മളെ യാത്ര നയിക്കുന്നത് സനൂപാണല്ലോ. അപ്പൊ സനൂപിനോട് ചോദിക്കാം ഇന്നത്തെ പ്ലാനുകൾ എങ്ങനെയാണെന്നുള്ള സനൂപിനോട് ചോദിച്ചാൽ. എങ്ങനെ സനൂപ്, എന്താണ് നമ്മളെന്ന രണ്ടാമത്തെ ദിവസത്തെ പ്ലാനുകൾ എങ്ങനെയാണ്? എന്തൊക്കെ നമ്മൾ ഇവിടെ ഒരു സൂ ഉണ്ട്, വണ്ടല്ലൂർ സൂ. അവിടെ പോകാനാണ് പ്ലാൻ. വണ്ടല്ലൂർ സൂ അടിപൊളിയായിരിക്കും അല്ലേ? ഏതായാലും നമുക്ക് അവിടെ പോയി നോക്കാം. ബുദ്ധിമുട്ട് വെച്ചാൽ കുഴപ്പമുണ്ടാവില്ല. വെയിലത്ത് കൊണ്ടുപോയി പ്രായമുള്ള ആൾക്കാരാണ്, അത് മറന്നുകൊണ്ടാ. നമുക്ക് അടിച്ചു പൊളിക്കാം. ഏതായാലും അങ്ങോട്ട് പോയി നോക്കാം. വണ്ടല്ലൂർ സൂലെത്തി. ഇവിടെ 150 രൂപ കേട്ടോ പാർക്കിംഗ് ഫീസ് വരുന്നത്. വലിയ ഫീസായി പോയി. അരിക്നർ അണ്ണ സുവോളജിക്കൽ പാർക്ക് വണ്ടല്ലൂർ. എൻട്രി ഫീ വരുന്നത് 200 രൂപയാണ് ഒരാൾക്ക് വരുന്നത്. കുട്ടിക്ക് 50 രൂപ. ഞങ്ങൾ 1 2 3 4 പേരുണ്ട്. 800. ഓക്കെ. ഇനി ഇവിടുന്ന് ടിക്കറ്റ് സ്കാൻ ചെയ്തിട്ട് വേണം ഉള്ളിലേക്ക് പോകാൻ കേട്ടോ. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് അല്ലേ? ഒരു ബോട്ടില് 10. ഒരു ബോട്ടില് 10 ചില്ലറുണ്ടോ? അപ്പോൾ നമ്മൾ ഈ സൂവിലേക്ക് കയറുന്നതിൻ്റെ മുമ്പ് നല്ല മനോഹരമായ ഒരു കാഴ്ചയാണ്. ഒരു വെള്ളച്ചാട്ടവും ഒക്കെ ആയിട്ട് നല്ലൊരു ആംബിയൻസ്. നാട്ടിലാണെങ്കിലും ഇപ്പോൾ നല്ല മഴയാണ്. ഇവിടെയാണ് കത്തുന്ന വെയിലാണ്. ഇതിവിടെ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അടിപൊളിയാണ്. ഏതായാലും വെയിലിൻ്റെ ചെറിയൊരു പ്രശ്നം വെച്ച് നിർത്തിയാൽ നല്ല രസം. എല്ലാവരും അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് ഈ കാഴ്ച? അതിമനോഹരമായ കാഴ്ച. വെള്ളച്ചാട്ടം അതിമനോഹരാണ്. ഇന്നലെ മനോഹരായി, ഇന്ന് അതിമനോഹരായി അല്ലേ? കൊള്ളാം. ഇനി നമ്മൾ പോവല്ലേ, ഉള്ളിലേക്ക് പോവല്ലേ? ഇങ്ങോട്ട് കയറുമ്പോൾ ആ വെയിലിന്റെ ചൂടെല്ലാം പോയിട്ട് നല്ലൊരു തണുപ്പ്. ഈ ഭാഗത്തേക്കാണ് പോകേണ്ടത്. ഇപ്പോൾ കൃത്രിമ വെള്ളച്ചാട്ടമൊക്കെ കണ്ടിട്ട് ഇവർക്കൊരു സംശയം, ഇവിടെ കൃത്രിമ മൃഗങ്ങളാണോ ഉള്ളത്, യഥാർത്ഥത്തിലുള്ള മൃഗങ്ങളില്ല എന്നൊക്കെ ഒരു സംശയം ഇതെല്ലാം കണ്ടിട്ട്. അതൊക്കെ വരാനാണെന്നുള്ളത് സാമ്പിളാണ്. ഇതാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള ഒരു മാപ്പ് അല്ലേ? അവിടെ ലയൺ സഫാരി ഉണ്ട്, ഡീർ സഫാരി ഉണ്ട്, ടൈഗർ, അങ്ങനെ ഒരുപാട് ഉണ്ട്. ഏതായാലും ഉള്ളിലേക്ക് പോയി നോക്കാം. കുട്ടിക്കുള്ള നല്ലൊരു പാർക്ക് ഉണ്ട് ഇവിടെ എൻട്രൻസിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് പോന്നിട്ടുണ്ട്. ഇങ്ങോട്ട് കയറിയപ്പം പാർക്കിംഗ് ഫീ, അത് കഴിഞ്ഞ് എൻട്രി ഫീ, അത് കഴിഞ്ഞ് വന്നപ്പോൾ പിന്നെയും ഇവിടെ ഒരു ടിക്കറ്റ് കൗണ്ടർ. എന്താ അത് അനങ്ങിയ ടിക്കറ്റാണല്ലോ ഇത്. എന്തിൻ്റെയാണ്? ലയൺ സഫാരി ടിക്കറ്റ് കൗണ്ടർ. 150 രൂപ ഓരോരുത്തർക്കുണ്ട്. അത് ഉള്ളിലേക്ക് അങ്ങോട്ടോ പോകുന്നതെന്നൊക്കെയാണ് തോന്നുന്നത്. ഏതായാലും ഞങ്ങൾ ഈ ഇലക്ട്രിക് വെഹിക്കിളിൽ കയറിയിട്ട് കറങ്ങാമെന്നാണുള്ളൊരു പ്ലാൻ ഇപ്പോൾ ഉള്ളത്. അല്ലേ, നമ്മളതിൽ തന്നെ പോകല്ലേ? ഇലക്ട്രിക് വെഹിക്കിളിൽ പോവാം. ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ ടിക്കറ്റും അവിടെ പോയിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി സനൂപ് പോയതാണ്. ഞങ്ങൾ വിചാരിച്ചു ഇവിടെ ടിക്കറ്റ് നിന്ന്. അപ്പോൾ ഇവിടെ വന്നിട്ട് പിന്നെ അങ്ങോട്ട് വീണ്ടും തിരിച്ചു പോയതാണ്. ഏതായാലും ടിക്കറ്റ് എടുത്ത് ഞാൻ വരട്ടെ. അപ്പോൾ അതാ ടിക്കറ്റൊക്കെ എടുത്ത് സനൂപ് വരുന്നുണ്ട്. എത്രയാണ് ടിക്കറ്റിന്? 150 പെർ ഹെഡ്. 150. അവിടെ 100 എന്നുണ്ട്. ഇത് ഭയങ്കര പൈസ തന്നെയാണല്ലോ. നോക്കി ഏതായാലും ഇത്രയും പൈസ വാങ്ങുന്ന എന്താ കാര്യം ഉണ്ടാവുമായിരിക്കും. നമുക്ക് പോയി നോക്കാം അല്ലേ? ഉള്ളിലേ പോയി നോക്കാം. മെച്ചുണ്ടാവുമായിരിക്കും പൈസക്ക് മാത്രം. അത് തന്നെ. എന്താ പറയുന്നത്? നമുക്ക് അടിച്ചു പൊളിക്കണ്ടേ? ഇത് നമ്മളെ വണ്ടിയിൽ കൊണ്ടുവന്ന സമയത്ത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ട വേറെ വേറെ വണ്ടിയിലാണ് നമ്മൾ പിന്നെ യാത്ര ചെയ്യുക.
അപ്പം അത് ജസ്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ടാഗ് പോലത്തെ സെറ്റപ്പ്. ഓക്കെ. ഓ ഇത് ഹോൾഡിംഗ് എത്ര ടൈം എടുക്കും ഓരോ പ്ലേസിൽ? എത്ര? ഇത് തമിഴിൽ പറയുന്നതുകൊണ്ട് ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ സനൂപ് അത് വിശദീകരിക്കും. എന്താ ഇപ്പോൾ സംഭവിച്ചത്? അതൊന്നുമില്ല, അത് ഇവര് ഇവിടെ ജസ്റ്റ് വണ്ടി നിർത്തിയിട്ട് നമ്മളെ ഇതൊരു റൗണ്ടാണ്. റൗണ്ടിലാണ് മൊത്തം പക്ഷികൾ കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പൊ നമ്മള് പക്ഷികളെ കണ്ടതിന് ശേഷം വേറെ പോയിന്റിലേക്ക് വരും. അതായത് ഇവിടുന്ന് ഇതൊക്കെ കണ്ടിട്ട് അപ്പുറത്ത് പോയി നിൽക്കുക അല്ലേ? അപ്പുറത്ത് പോയി നിൽക്കുക. അപ്പൊ വേറെ വണ്ടി വരും. നമ്മൾ ഈ ടാഗ് ഉള്ളതുകൊണ്ട് നമ്മളെ ഐഡന്റിഫൈ അതിനാണ്. എന്നാ പിന്നെ നമ്മൾ തുടങ്ങല്ലേ? തുടങ്ങാം കാഴ്ചകളിലേക്ക്. അടുത്തതായി നമ്മളൊരു ടാസ്കിലേക്ക് നീങ്ങുകയാണ്. ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ട ഒരു മാൻകുട്ടിക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. അവിടെയുള്ള ഇല ആണ് ഭക്ഷണം. ആദ്യത്തെ ആൾ മത്സരിക്കുന്നു, ഭക്ഷണം കൊടുക്കാൻ ശ്രമിക്കുന്നു, പരാജയപ്പെടുന്നു. രണ്ടാമത്തെ ആളിതാ കടന്നു വരികയാണ്. അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ മാൻകുട്ടിക്ക് യാതൊരു അനക്കവുമില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. മൂന്നാമതായി മത്സരിക്കാനെത്തുന്നത് മറ്റാരുമല്ല, ഞാൻ തന്നെയാണ്. ഇങ്ങനെയൊന്നുമല്ല ഭക്ഷണം കൊടുക്കേണ്ടത്. അല്പം താഴ്മയോടുകൂടി, അല്പം ബഹുമാനത്തോടുകൂടി കൊടുത്താൽ അത് കഴിക്കുമെന്ന് വാചകമടിച്ചുകൊണ്ടാണ് ഇറങ്ങിയത്. പക്ഷേ മാൻകുട്ടിക്ക് യാതൊരു കുലുക്കവുമില്ല. അത് മുഖം തിരിച്ചു കളഞ്ഞു. അപ്പോൾ തോന്നി ഒരു ഉണങ്ങിയ ഇല കൊടുത്തു നോക്കിയാലോ, എന്നാൽ ഇത് കൊടുത്തു നോക്കാം. പക്ഷേ അതൊന്ന് നോക്കി എന്നല്ലാതെ അതും സ്വീകരിക്കാൻ തയ്യാറായില്ല. ഒരു ശ്രമം കൂടി അവസാനമായി. പക്ഷേ ഒരു രക്ഷയുമില്ല. ഞാനും ഇതാ ആയുധം വെച്ച് കീഴടങ്ങുകയാണ്. ഇത് നടക്കില്ല. അടുത്തതായി വരുന്നു ചെന്നൈയുടെ മണ്ണും മനസ്സും അറിഞ്ഞ സനൂപ്. ഒരു രക്ഷയുമില്ല. ആര് വന്നിട്ടും കാര്യമില്ല. ഇതിന് പുല്ലൊന്നും കൊടുത്തിട്ട് കാര്യമില്ല എന്ന് തോന്നുന്നു. ഫാസ്റ്റ് ഫുഡോ മറ്റോ വേണ്ടി വരും. ഏതായാലും ഞങ്ങൾ പിന്മാറുകയാണ്. ഇനി മറ്റു കാഴ്ചകൾ കാണാം.
കാട്ടിനെ നമ്മൾ കണ്ടിട്ട് അത് തൂക്കി കാണിച്ചാൽ 20 കിൻഡൽ ഉണ്ടാവും. ആ ഏകദേശം പറയാട്ടോ കാഴ്ചയിൽ 20 ഉണ്ടായിട്ടുണ്ട്. യെസ് ഓർ നോ? യെസ് 20 കിലോ. അതിറ്റാല് ഒരു 6-7 ഉണ്ട്. പിന്നെ ഒരു 10 കിൻഡലിൽ എത്തുന്നുണ്ട് ഏകദേശം ഒരു 7 ടൺ അതുണ്ട്. ഈ മൃഗങ്ങളുടെ കാര്യത്തിൽ എനിക്ക് വളരെ പുറകോട്ടാണ്. പിന്നെ അത് കണ്ട് നമ്മൾ സിംഹത്തിനെ കാണാൻ നോക്കി. പക്ഷെ അത് ഉച്ച സമയമായതുകൊണ്ട് കാട് പോലുള്ള സ്ഥലത്ത് ഒളിച്ചിരിക്കുക, തണല് തേടി. നേരത്തെ പലതവണ പറഞ്ഞതുപോലെ അവിടുത്തെ വെയിലും അതിൻ്റെ ചൂടും അതൊന്നും സഹിക്കാൻ പറ്റാതെ ഞങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് അവിടെ കറങ്ങാൻ പറ്റിയില്ല. നമ്മളെ മുതിർന്ന പൗരന്മാരൊക്കെ ടയേർഡായി. അപ്പോൾ അവിടുന്ന് അധികം വൈകാതെ തന്നെ ഇറങ്ങി. അടുത്തതായിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോയി. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ചെന്നൈ ടൗണിൽ കൂടെ ഒക്കെ ഒന്ന് കറങ്ങി ടൗണിൻ്റെ കുറേ മനോഹാരിതകളൊക്കെ ആസ്വദിച്ച് അങ്ങനെ കുറേ സമയം നീങ്ങി. കഴിഞ്ഞ വീഡിയോയിൽ അവസാനം പറഞ്ഞതുപോലെ തന്നെ ഇതും 10 മിനിറ്റിലധികമായിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ഒരു പാർട്ട് കൂടി അപ്ലോഡ് ചെയ്യാൻ തോന്നുന്നുണ്ട്. ആദ്യ ദിവസത്തെ കുറച്ച് കാഴ്ചകളും അവസാന ദിവസത്തെ കാഴ്ചകളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.